ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇൻസ്റ്റൻറ്റ് യെല്ലോ ജിലേബിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്നാമത്തെ കോൺഫ്ലോർ ആണ്. അപ്പോൾ മൈദപ്പൊടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കൂടാതെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ കട്ടത്തൈരും, അധികം പുളിയൊന്നുമില്ലാത്ത നല്ല തൈരാണ്. അതും നമുക്ക് 1 ടേബിൾ സ്പൂൺ ആവശ്യമാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈരും ഒരു 1/4 ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും ഒരേ അളവാണ്, 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ യെല്ലോ ജിലേബിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യെല്ലോ ഫുഡ് കളർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ട, ഒറ്റയടിക്ക് അത് ഒഴിക്കരുത്. വളരെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ജിലേബിയുടെ ബാറ്റർ ഭയങ്കര ലൂസായി പോവും. അപ്പോൾ നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം എടുത്താൽ കൂടി 1/2 കപ്പ് മുഴുവനായിട്ട് നമുക്ക് ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരു ചെറിയ വിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മിക്സ് ചെയ്യാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിലേബിയുടെ ബാറ്റർ ഇത് റെഡി ആയിട്ടുണ്ട്. കട്ടയൊക്കെ ഉടച്ച് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കൂടിയെന്ന് തോന്നിയാലും പേടിക്കേണ്ട, ഒരു ലേശം മൈദപ്പൊടി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ മുഴുവനായി എടുത്തിട്ടില്ല, അതായത് ഇനിയും ഇഷ്ടംപോലെ വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ജിലേബിക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യോ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും അതുപോലെ തന്നെ അത് ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മളിത് 1 നൂൽ പരുവത്തിലേക്കൊന്നും തീരെ ആക്കുന്നില്ല. അപ്പോൾ അതേ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ജിലേബിയുടെ ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്രീമൊക്കെ പൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പൈപ്പിംഗ് ബാഗ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറോ, അതായത് പാക്കിംഗ് കവറോ, അതല്ലെങ്കിൽ സിബ്ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ സിബ്ലോക്ക് കവറോ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പൈപ്പിങ്ങിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നീളനുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് ഈ പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഇറക്കി വെച്ചതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് എടുക്കാനോ അല്ലെങ്കിൽ പൈപ്പ് ചെയ്യാനോ അത് നിറയ്ക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ജിലേബി നമ്മൾ എണ്ണയിലേക്ക് പൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഗ്ലാസ്സിൽ തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ചാലും മതി. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഇത്ര തിക്കായിട്ട് നമ്മൾ അടുപ്പിച്ച് ജിലേബി പൈപ്പ് ചെയ്യരുത്, നമുക്ക് ആ ഷേപ്പ് കിട്ടില്ല. ഇപ്പം ഞാൻ 2ാമതും 3ാമതും പൈപ്പ് ചെയ്യുന്നത് കണ്ടില്ലേ, കുറച്ച് വിട്ടാണ് ഓരോ ലെയർ ഞാൻ പൈപ്പ് ചെയ്യുന്നത്. ഇതുപോലെ പൈപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷേപ്പൊക്കെ ഉള്ള ജിലേബി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ഞാനൊന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 5-6 ജിലേബി ഞാൻ ഒരുമിച്ച് പൈപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണ മതി കേട്ടോ ജിലേബി ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ പരന്നൊരു ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. കുഴിയുള്ള ഫ്രൈ പാനോ ചട്ടിയോ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെ ഷുഗർ സിറപ്പ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് നമ്മുടെ ചൂടുള്ള ജിലേബി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൽ സിറപ്പ് പിടിച്ചു കിട്ടും. അപ്പോൾ അതപ്പോൾ നടുവിൽ കിടക്കുന്ന ജിലേബി കണ്ടില്ലേ, അതിങ്ങനെ അടുപ്പിച്ച് കിടക്കുമ്പോൾ അതൊരു ഭംഗിയില്ല, അതൊരു രസമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിട്ട് പൈപ്പ് ചെയ്യുമ്പോഴാണ് ജിലേബി കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ രണ്ട് ഭാഗവും നല്ലതുപോലെ ക്രിസ്പായി കഴിഞ്ഞാൽ, അതായത് ജിലേബിയുടെ രണ്ട് ഭാഗവും നല്ലതുപോലെ ക്രിസ്പായി വന്നു കഴിഞ്ഞാൽ നമുക്കത് നേരെ എടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടുള്ള ഷുഗർ സിറപ്പാണ്, കുറേ നേരം ഇട്ട് വയ്ക്കേണ്ട, അല്ലാതെ അത് സോഗിയായി പോവും. ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, അതങ്ങോട്ട് എടുത്ത് മാറ്റുക. രണ്ടും നല്ല ചൂടുള്ളതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ സോക്കായി കിട്ടും കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ പണി. പിന്നെ നമ്മുടെ എണ്ണ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ജിലേബി ഉണ്ടാക്കാൻ നിൽക്കരുത്. നമ്മുടെ ബാറ്ററൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് നാശമായി പോവും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിലേക്ക് ഷുഗർ നന്നായിട്ട് പിടിച്ചു കിട്ടും. പിന്നെ കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ അത് ഒരുമാതിരി വെള്ളത്തിലിട്ട് കുതിർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് കുറേ നേരം ഇടണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എടുത്ത് മാറ്റുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ പുറത്തൊക്കെ നല്ല പാകത്തിനുള്ള ഷുഗർ സിറപ്പ് പിടിച്ചിട്ടും ഉണ്ടാവും. അപ്പം ഞാൻ 2 ബാച്ച് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ജിലേബിയുടെ 2 ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 ബാച്ച് ഞാൻ വറുത്ത് കോരിയിട്ടും എനിക്ക് നമ്മുടെ സിറപ്പ് ബാക്കിയായിരുന്നു കേട്ടോ. ഞാൻ അത്രയും കുറച്ച് നേരമാണ് ജിലേബികൾ അതിൽ സോക്ക് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ജിലേബികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എത്ര എളുപ്പമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്വീറ്റാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഈ ബാറ്റർ കലക്കി എടുത്ത് വെക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ നല്ലൊരു സ്വീറ്റ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. See you soon with another beautiful video. Until then, take care. Bye bye. Assalamu alaikum. Thank you.